നിങ്ങൾ ഒരു സാലറീഡ് എംപ്ലോയി ആണോ? ഇങ്ങനെയൊരു മെസ്സേജ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. സാലറീഡ് ആയിട്ടുള്ള വ്യക്തികൾ അവരുടെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുമ്പ് പരിശോധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെന്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഫോം 16. എന്താണ് ഫോം 16? വളരെ പ്രധാനപ്പെട്ട ഒരു TDS സർട്ടിഫിക്കറ്റ് ആണ് ഫോം 16. TDS എന്നാൽ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്, അതായത് സ്രോതസ്സിൽ നിന്ന് തന്നെ നികുതി കഴിക്കുക. ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഇഷ്യൂ ചെയ്യുന്ന ഫോം 16 എന്ന ഈ TDS സർട്ടിഫിക്കറ്റ് നമ്മുടെ സാലറിയിൽ നിന്ന് നമ്മുടെ എംപ്ലോയർ ടാക്സ് പിടിച്ച് ഗവൺമെന്റിലേക്ക് അടച്ചു എന്നതിന്റെ ഒരു പ്രൂഫാണ്. അതിന്റെ ഒരു മിനിയേച്ചർ വേർഷനാണ് നമ്മൾ ആദ്യം കണ്ട മെസ്സേജ്. ഫോം 16 രണ്ട് ഭാഗങ്ങളുണ്ട്, പാർട്ട് A ആൻഡ് പാർട്ട് B. പാർട്ട് A നമ്മുടെ TDS സമ്മറിയാണ്. അതായത് ഒരു ഫിനാൻഷ്യൽ ഇയറിലെ ഓരോ ക്വാർട്ടറിലും, അതായത് ഓരോ 3 മാസത്തിലും ഇന്ന വ്യക്തിക്ക് ടോട്ടൽ സാലറി ക്രെഡിറ്റ് ആയത് എത്രയാണ്, അതിൽ നിന്ന് ടാക്സ് പിടിച്ച് ഗവൺമെന്റിലേക്ക് അടച്ചത് എത്രയാണ് തുടങ്ങിയ വിവരങ്ങളാണ് ഫോം 16 പാർട്ട് എയിൽ നമുക്ക് കാണാൻ കഴിയുക. പാർട്ട് ബിയിൽ നമ്മുടെ സാലറിയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ബ്രേക്കപ്പും മറ്റു ഡിഡക്ഷൻസും ഒക്കെയാണ് നമുക്ക് കാണാനാവുക. ട്രേസസ് എന്ന വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഫോം 16 മാത്രമാണ് വാലിഡ് ആയിട്ടുള്ളത്. എവിടെ നിന്നാണ് എനിക്ക് ഫോം 16 ലഭിക്കുക? നിങ്ങളുടെ എംപ്ലോയർ ആണ് നിങ്ങൾക്ക് ഫോം 16 ഇഷ്യൂ ചെയ്യുക. നിങ്ങളുടെ സാലറിയിൽ നിന്ന് നിങ്ങളുടെ എംപ്ലോയർ ടാക്സ് പിടിച്ച് ഗവൺമെന്റിലേക്ക് അടച്ച് അത് കൃത്യമായി ക്വാർട്ടർലി TDS റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഫോം 16 ലഭിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ എംപ്ലോയറുടെ പക്കൽ നിന്നും നിങ്ങളുടെ ഫോം 16 ചോദിച്ചു വാങ്ങുക. അതിലുള്ള നിങ്ങളുടെ സാലറിയുടെയും അതിൽ നിന്ന് പിടിച്ചുള്ള ടാക്സിന്റെയും ഡീറ്റെയിൽസ് കൃത്യമാണെന്ന് ഉറപ്പാക്കുക. വിവരങ്ങൾ കൃത്യമല്ലെങ്കിൽ TDS റിവൈസ് ചെയ്യാൻ എംപ്ലോയറിനോട് പറയുക. എന്നിട്ട് മാത്രം ITR ഫയൽ ചെയ്യുക. ഇൻകം ടാക്സ് ആൻഡ് GST റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ വീഡിയോസിനായി ഫോളോ ടാക്സ് ടോക്സ് വിത്ത് റൊണാൾഡ്. താങ്ക് യു.